ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാരറ്റ് റീഡിംഗ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 എന്തെല്ലാം മാറ്റങ്ങളാണ് കരിയറിലും റിലേഷൻഷിപ്പിലും വരാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി വൈബ്രേഷൻ ഈ ഒരു റീഡിങ്ങുമായി റെസൊണേറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നന്നായി ഒരു ഡീപ് ബ്രെത്ത് എടുത്തതിന് ശേഷം മനസ്സ് കാമാക്കി നമുക്ക് റീഡിംഗ് ശ്രദ്ധിക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. റീഡിങ്ങിൽ ആദ്യം നോക്കുന്നത് കരിയർ റീഡിംഗ് ആണ്. 2026 കാർത്തിക നക്ഷത്രക്കാരുടെ കരിയർ എങ്ങനെയാണ്? വന്നിരിക്കുന്ന കാർഡുകൾ 5 ഓഫ് വോൺസ്, കിങ് ഓഫ് പെന്റക്കിൾസ്, 4 ഓഫ് വോൺസ് ആൻഡ് കിങ് ഓഫ് വോൺസ്. കരിയറിൽ ഒരു കോമ്പറ്റീഷൻ എനർജിയെ സൂചിപ്പിക്കുന്ന കാർഡാണ് 5 ഓഫ് വോൺസ്. പോളിറ്റിക്സ്, ഈഗോ ക്ലാഷസ്, ലക്ഷ്യത്തിലേക്കൊക്കെ പലർക്കൊപ്പം ഓടി മത്സരിച്ചോടി അത് നേടിയെടുക്കേണ്ടുന്ന അവസ്ഥ. 2026 തുടക്കകാലത്ത് എൻ്റെ എഫർട്ട് ആരും കാണുന്നില്ലല്ലോ എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരാം. നെക്സ്റ്റ് വന്നിരിക്കുന്ന കിങ് ഓഫ് പെന്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു വീക്ക് പേഴ്സൺ അല്ല. മണി മാനേജ്മെന്റ്, എക്സ്പീരിയൻസ്, സ്റ്റെബിലിറ്റി, നിങ്ങൾക്ക് സൈലന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി, ഒരു അധികാരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. സ്ലോ ആണെങ്കിൽ തന്നെയും അതൊരു സോളിഡ് ഗ്രോത്തിലേക്ക് നിങ്ങളെ നയിക്കും. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് വോൺസ് ആണ്. 2026 ഒരു മിഡ് ടൈമിൽ ഒരു കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നു. പ്രൊമോഷൻ കിട്ടുക, അപ്രീസിയേഷൻ കിട്ടുക, വർക്കിലുള്ള ആ ഒരു അമിതമായിട്ടുള്ള ഒരു റഷ്നെസ്സും അതുപോലെ തന്നെ ലൈഫിലെ ചില കാര്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരുന്നു. ചിലരൊക്കെ ചില കാര്യങ്ങൾ മതിയാക്കി, ചില കരിയറൊക്കെ മതിയാക്കി ഹോം ബേസ്ഡ് ആയിട്ടുള്ള ചില വർക്കുകൾ കണ്ടെത്തി, അതല്ലെങ്കിൽ ചില സ്വന്തമായിട്ടുള്ള ബിസിനസ് തുടങ്ങുക, ഒരു സ്റ്റേബിൾ ടീം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയെ കാണിക്കുന്നു. കിങ് ഓഫ് വോൺസ് കാർഡ് സൂചിപ്പിക്കുന്നത് ഈ ഒരു ഇയറിൻ്റെ 2026 എൻഡിൽ അവസാന സമയത്ത് നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരുന്നു. അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഒരു ലീഡർ മോഡ് അത് ഓണാകുന്നു. നിങ്ങൾ ഡിസിഷൻ മേക്കർ ആകുന്നു. സ്വന്തം ഐഡിയകൾക്ക് ഷേപ്പ് കൊടുക്കുന്ന ഒരു ഫേസ് ആയിരിക്കും നിങ്ങളുടെ 2026 അവസാന കാലഘട്ടം. ഒരു ടീം വർക്കായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഓഫീസിലെങ്കിൽ തന്നെയും അവിടെ നിങ്ങളുടെ ഡിസിഷന് മറ്റുള്ളവർ വാല്യൂ തരുന്നു. ചുറ്റുപാട് നിൽക്കുന്നവർക്ക് അംഗീകരിച്ചു തരാൻ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ടാലന്റ് കൊണ്ട് നിങ്ങൾ അതിനെ മറികടക്കും. അവർക്ക് നിങ്ങളെ സമ്മതിച്ച് തന്നേ മതിയാകൂ. ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫ്രീഡം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതോടുകൂടി നിങ്ങളുടെ ടാലന്റ് നിങ്ങൾ മാക്സിമം ആ ഒരു ഘട്ടത്തിൽ എടുക്കും. ശരിക്കും നിങ്ങൾക്ക് ഒരു ഫൈറ്റ് എനർജി അല്ല അവിടെ വേണ്ടത്, ഒരു ഫോക്കസ് എനർജിയാണ്. 2026 കരിയറിൽ കാർത്തിക നക്ഷത്രക്കാരോട് പറയാനാണ് എങ്കിൽ ഈഗോ കൊണ്ടുള്ള ചില അസന്തുലിതാവസ്ഥ അത് ഓഫീസിനുള്ളിൽ ഉണ്ടെങ്കിൽ അത് അല്പം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്തി മുന്നിലേക്ക് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് 2026 നിങ്ങളുടെ കരിയർ മാറും. കരിയറിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പുരോഗതിയെ തടഞ്ഞു നിർത്തുന്ന ചെറിയ ചെറിയ ഫൈറ്റുകൾ അതെല്ലാം ഒന്ന് ഒഴിവാക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ തുടക്ക കാലയളവിൽ ഒരു ഒച്ചിഴയുന്ന വേഗതയിലാണ് പഠിത്തം മുന്നോട്ട് പോകുന്നത്, ഒരു പുരോഗമനമില്ല എന്നുള്ള ഒരു പരാതി അത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഇയർ എൻഡിങ് ആകുമ്പോഴത്തേക്കിനും അത് മാറി തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ടാലൻറ്റ് കൊണ്ട് നിങ്ങളുടെ പഠനം ക്രമീകരിക്കുകയും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വിജയം കാണുകയും ചെയ്യും. അടുത്തതായി നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ്. 2026 നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? വന്നിരിക്കുന്ന കാർഡുകൾ ദ ഡെത്ത് കാർഡ്, 3 ഓഫ് കപ്സ്, 2 ഓഫ് വോൺസ് ആൻഡ് കിങ് ഓഫ് കപ്സ്. ഇവിടെ ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷനെ, ഒരു മാറ്റത്തിനെ സൂചിപ്പിക്കുന്നു. എൻഡിങ് എന്തായാലും ഇന്നവിറ്റബിൾ ആണ്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില എൻഡിങ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്നു. ഇതൊരു ബ്രേക്കപ്പ് മാത്രമല്ല, ഓൾഡ് പാറ്റേൺസ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ചില അറ്റാച്ച്മെൻറ്റുകൾ, ഇമോഷണൽ ഡിപ്പെൻഡൻസി ഇതെല്ലാം അവസാനിക്കുന്നതായി കാണുന്നു. വിവാഹം നടക്കാതെ സിംഗിളായിട്ട് ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഒരു കാലം 2026 2025 ഉണ്ടായ ചില തടസ്സങ്ങൾ മൂലം വിവാഹം വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ 2026 നിങ്ങളുടെ എനർജിക്ക് ചേഞ്ചസ് വരാൻ പോകുന്നു. നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ ആ ഒരു സമയം, വിവാഹ സമയം എന്നത് അനുകൂലമാകുന്നു. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് കപ്സ് ആണ്. ഒരു ഹീലിംഗ് ഫേസിനെ സൂചിപ്പിക്കുന്നു. എന്തിനെയോ ഒന്ന് അത്യധികം നിങ്ങളെ വിഷമിപ്പിച്ചതായിട്ടുള്ള ഒരു സന്ദർഭം അതിപ്പോൾ ഒരു ഹീലിംഗ് ഫേസിലാണെന്ന് കാണിക്കുന്നു. ചില സങ്കടങ്ങൾ കാരണം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ വിട്ടു നിന്നിരിക്കാം. സോഷ്യൽ ലൈഫിൽ നിന്നെല്ലാം മാറി ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോയിരിക്കാം. സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്ന ആളുകളായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്ത് ഹീലായി
നിങ്ങൾ ഈ ഒരു റിയൽ വേൾഡിലേക്ക് തിരിച്ചു വരുന്നു. സിംഗിളായിട്ടുള്ള ആളുകളാണെങ്കിൽ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കണക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. മാരീഡ് ആണെങ്കിൽ ടെൻഷൻ റെഡ്യൂസ് ചെയ്ത് ജോയി മൊമെൻറ്റ്സ് കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ചില ആഘോഷങ്ങൾ, ചില സന്തോഷങ്ങൾ, ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്ന കാർഡാണ് 3 ഓഫ് കപ്സ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 2 ഓഫ് വാൺസ് ആണ്. ഒരു ചോയ്സിനെ സൂചിപ്പിക്കുന്നു. ഇതിൽ ചിലർക്കൊക്കെ 2026 ബന്ധത്തിൽ ഒരു 2 ചോയ്സസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഏത് തിരഞ്ഞെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് നിങ്ങൾക്കുണ്ടാകാം. ഭയപ്പെടാതെ നന്നായി ആലോചിച്ച് സിറ്റുവേഷൻസ് മനസ്സിലാക്കി നല്ലൊരു ഡയറക്ഷൻ കണ്ടെത്തി അതിലേക്ക് പോവുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് കപ്സ് ആണ്. ഒരു ഇമോഷണൽ മെച്യൂരിറ്റി വരുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ലൈഫിലേക്ക്. ഇതിൽ നിങ്ങൾ തന്നെ ആകാം, അതല്ല എങ്കിൽ ഇമോഷണലി സ്റ്റേബിൾഡ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഒരു വളരെ ശാന്തമായ, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം. കാർത്തിക നക്ഷത്രക്കാർക്കുള്ള 2026 ലവ് മെസ്സേജസ് പറയാനാണ് എങ്കിൽ ഓൾഡ് പാറ്റേൺസ് ചിലർക്ക് എൻഡ് ആകുന്നുണ്ട്. ന്യൂ റിയൽ ലവ് നിങ്ങളുടെ അരികിലേക്ക് ഈ ഒരു വർഷ അവസാനത്തോടു കൂടി എത്തിച്ചേരും. 2025 മുതൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ചില കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ ഹീൽ ചെയ്ത് 2026 വരുമ്പോൾ ഇമോഷണലി വളരെ സ്റ്റേബിളായിട്ടുള്ള നിങ്ങളുടെ ഒരു പുതിയ വേർഷനെ 2026 കാണാൻ സാധിക്കും. 2026 ഒരു ഫ്യൂച്ചർ ഔട്ട്കം കാർഡായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. ഒരു വാക്കിംഗ് അവേ. ചിലർക്ക് നിങ്ങൾ നിൽക്കുന്ന ഒരു മണി സൈഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കംഫർട്ട് സോൺ, ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഒരു സോൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല നിങ്ങളുടെ നിലവിലുള്ള ഈ ഒരു സാഹചര്യം. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അത് വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു എനർജി കാണിക്കുന്നു. 2026 ഇതെനിക്ക് പോരാ എന്നുള്ള ഒരു സ്വയം തിരിച്ചറിവ് കുറേയേറെ ആളുകൾക്ക് ലഭിക്കും. ഒട്ടും ഭയമില്ലാതെ ക്ലാരിറ്റി കിട്ടുന്ന ഇയറാണ് അവരെ സംബന്ധിച്ച് 2026. നിങ്ങളെ വിട്ടു പോകാനായിട്ട് നിന്ന് നിർബന്ധം പിടിക്കുന്ന ചില അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്തിയാൽ ശരിക്കും നിങ്ങൾക്കതൊരു പെയിനാകും. അതിനെ ലെറ്റിംഗ് ഗോ ചെയ്യുക. എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും ലിബറേഷൻ. ലൈഫ് തന്നെ വഴിതിരിയുന്ന ഒരു കാലഘട്ടമായിരിക്കും 2026. ഇതിൽ ഭൂരിഭാഗം കാർത്തിക നക്ഷത്രക്കാർക്കും ഇത്രയും നാളും ചില കംഫർട്ടായിട്ടിരുന്ന സോണുകൾ നിങ്ങൾ വിട്ടു നടക്കും. എനിക്കിത് പോരാ, ഇതിലും കൂടുതൽ എനിക്ക് കീഴടക്കേണ്ടിയിരിക്കുന്നു, എനിക്കതിന് അർഹതയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു 90% ആളുകൾക്കും ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും 2026. 2026 എന്നത് നിങ്ങൾക്ക് നഷ്ടത്തിൻ്റെ വർഷമല്ല, പക്ഷേ നിങ്ങൾ വഹിക്കേണ്ടതല്ലാത്ത ചില ഭാരങ്ങൾ തന്നെ വിട്ടു നടക്കേണ്ട വർഷമാണ്. കരിയറിലൊക്കെ വരുന്ന പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് അതൊരിക്കലും നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളെ ഒരു ലീഡർഷിപ്പ് എനർജിയിലേക്ക് അതെല്ലാം ഉയർത്തും. ലവ് എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു അവസാനമാണെങ്കിൽ തന്നെയും നിങ്ങൾ ഇമോഷണലി വളരെയേറെ മെച്യൂർഡാകും. ലൈഫ് പാത്തിൽ നിങ്ങളോട് പറയുന്നത് ഇതിലും കൂടുതലിന് നിങ്ങൾ അർഹരാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് കെട്ടുപാടുകൾ ഉണ്ടെങ്കിൽ അത് അതിവിദഗ്ധമായി ഒഴിവാക്കി സകല കഴിവുമെടുത്ത് മുന്നോട്ട് പോവുക. അത് പഠനമാണെങ്കിലും നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ ലവ് എനർജി ആണെങ്കിലും. നിങ്ങൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിട്ടു നടക്കേണ്ടി വരുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും നഷ്ടപ്പെടുന്നത് ആളുകളെയല്ല, നഷ്ടപ്പെടുന്നത് നിങ്ങളെ വേദനിപ്പിച്ച ഒരു വേർഷനാണ്. നിങ്ങളെ ഒരുപാട് കരയിച്ച നിങ്ങളുടെ ഒരു വേർഷനുണ്ട്. അതിനെയാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ശരിക്കും ഈ ഒരു ജേണിയെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. ട്രസ്റ്റ് യുവർ സോൾ. നിങ്ങളുടെ ആത്മാവിനെ വിശ്വസിക്കുക. 2026 എന്നത് കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ച് ഒരു എവേക്കനിങ് ഫേസ് ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കാർത്തിക നക്ഷത്രക്കാർക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടമായി എങ്കിൽ, നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യൂണിവേഴ്സിന് നന്ദി പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ടാരറ്റ് റീഡിങ്ങിനോടുള്ള ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കരിയറിലുള്ള സ്റ്റക്നെസ്, റിലേഷൻഷിപ്പിൽ ഉണ്ടാകാവുന്ന കൺഫ്യൂഷൻസ്, ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം ആവശ്യമാണ് എങ്കിൽ ഒരു പേഴ്സണൽ റീഡ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പേഴ്സണൽ റീഡ് പെയ്ഡ് ആണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി പേരും നിങ്ങളുടെ നാളും കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.